പുറത്ത് നല്ല കോരി ചൊരിയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ, നല്ല ഇരുട്ട് കുത്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടോടുകൂടി കറുമുറ കടിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപ്പ് വടയും കട്ടൻ ചായയും കിട്ടിയാലോ എങ്ങനെയുണ്ടാവും നമ്മുടെ ഫീലിങ്സ്? അപ്പോൾ കുറച്ച് നാളായിട്ട് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് ആഗ്രഹം സാധിച്ചത്. അതിനായിട്ട് ഞാൻ ഇന്നലെ തന്നെ പരിപ്പ്, നല്ല കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ ഇന്നലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോൾ രാവിലെ ഇട്ട് വെക്കണം. വൈകിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ കുതിർത്താൻ വെക്കണം. അതല്ല തലേദിവസം കുതിർത്തി വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതേ പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി വരട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് നന്നായിട്ട് കുനുകുന അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരിഞ്ജീരകം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട്, പൊടിയില്ല എന്നാലും ഒന്ന് കറക്കി എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുട്ടാൻ പാകത്തിനുള്ള പരുവത്തിൽ അരഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. എന്നാലേ പരിപ്പോടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടാണ് കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പരിപ്പ് ഒരു സ്പൂണിൽ മാറ്റി വെച്ചത് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും ആ പരിപ്പ് ഇടുമ്പോൾ. അത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇനി ഇതിലൊരു സാധനം ഇടാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. മറന്നതല്ല, മഴ കാരണം പൊട്ടിക്കാൻ പോകാൻ മടിച്ച് നിന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേ പൊട്ടിച്ചിട്ട് വന്നിട്ട് ഇട്ടിട്ടുണ്ട്. അതെന്താണ് കറിവേപ്പില, അതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ അമർത്തി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളകളാക്കി ഇങ്ങനെ എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇത് ഞാൻ ഒരു ഭാഗം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി എന്താ, ചൂടാറ ചായ ഉണ്ടാക്കുക, അതും കൂടി കഴിക്കുക. നല്ല രസമല്ലേ? ഇപ്പോൾ പുറത്താണെങ്കിൽ കുരുട്ട് പോലെയാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് നല്ല പരിപ്പുവടയും ചൂടുള്ള ചായയും കൂടി കിട്ടിയാൽ നല്ല ഇഷ്ടമാവില്ല എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ പരിപ്പുവട അങ്ങനത്തെ എരിവുള്ള കടികളോടൊന്നും വലിയ താല്പര്യമില്ല. ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങനത്തെ മധുരമുള്ള എണ്ണക്കടികളോടാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ഇത് നല്ല ചൂടോടുകൂടി ചൂട് ചായയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ.